എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കണേ. ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ വർഷം വരികയാണ്, 2026. പുതിയ ഭരണാധികാരികളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് കർമ്മരംഗത്തൊക്കെ വേരുറപ്പിക്കാനായിട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ ഭരണാധികാരികളും അധികാരമേൽക്കുന്ന സമയത്ത്, ഇപ്പോൾ അത് ഗ്രാമപഞ്ചായത്തുകളിലായാലും ബ്ലോക്കുകളിലായാലും നിയമസഭയിലായാലും, അപ്പോൾ അത് എവിടെയാണെങ്കിലും, ഇപ്പോൾ എന്തിനു കൂടുതൽ പറയുന്നത് കേന്ദ്രത്തിലാണെങ്കിൽ പോലും അധികാരമേൽക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്ന വാക്ക് ഒന്ന് തന്നെയാണ്: വികസനം. വികസനമാണ് നമ്മുടെ ലക്ഷ്യം, വികസനം കൊണ്ടുവരും എന്നാണ് കൂടുതൽ ആളുകളും പറയാറുള്ളത്. ഇപ്പോൾ ഇലക്ഷന് വോട്ട് ചോദിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പഞ്ചായത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിലധികം, നമ്മളെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം വികസനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും വികസനം എന്ന് പറയുന്ന ഒരു സംഭവം അത്യാവശ്യത്തിന് കൊണ്ടുവന്ന് കഴിഞ്ഞു എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. പക്ഷേ ഇപ്പോഴും മാറാത്ത ഒന്നുണ്ട്: ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ദാരിദ്ര്യത്തിന് മുൻഗണന കൊടുത്തിട്ട് രണ്ടാമത് മതി നമുക്ക് വികസനം എന്ന് പറയുന്ന ഒരു സംഭവം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ജീവിച്ചു വന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാളവണ്ടിയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു വന്ന ആളുകളാണ്. വട്ടിയും കൊട്ടയും കൊണ്ട് സാധനം മേടിക്കാൻ പോയ ആ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു വന്ന ആളുകളാണ് നമ്മൾ. ഇത് കേൾക്കുന്ന പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ജനറേഷനിലുള്ള ആർക്കെങ്കിലും വട്ടിയും കൊട്ടയും കൊണ്ട് സാധനം മേടിക്കാൻ പോകാൻ പറ്റുമോ? കാളവണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? അതിന് കാളവണ്ടി എവിടെ എന്നൊക്കെ ചോദിക്കാനായിട്ടുള്ള ആളുകളടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേരാരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പക്ഷേ എന്നാൽ പോലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വികസനത്തെക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ്. എത്ര കണ്ട് ഈ നമ്മുടെ സംസ്ഥാനത്ത് ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരിക്കലും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. ദാരിദ്ര്യം എന്ന് പറയുന്ന സാധനം ഇന്ന് വരെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാനായിട്ട് ഒരു സംസ്ഥാനത്തും സാധിച്ചിട്ടില്ലെന്നേ ഞാനിവിടെ പറയത്തുള്ളൂ. കാരണം നമ്മൾ കണ്ടതാണ് ബീഹാറിൻ്റെയൊക്കെ അവസ്ഥ, ഗുജറാത്ത്, ബീഹാർ, അവിടത്തേക്ക് അവസ്ഥ, ശരിക്കും കക്കൂസ് പോലും ഇല്ലാത്ത ആ ഒരു അവസ്ഥ, അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ കേരളത്തിൽ കക്കൂസ് സംഭവങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. എന്നാൽ പോലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്നേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരി, എത്ര അരിയാണ്, എത്ര യൂണിറ്റ് ആണ് ഒരാൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരിക്കും ആ ഒരു മാസം മുഴുവനും ഉപയോഗിക്കാനായിട്ട് ആ ഒരു റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരിക്ക് സാധിക്കുമോ? റേഷൻ കടയിൽ നിന്ന് അരിയും പിന്നെ പച്ചരി പോലും സ്ഥിരമായിട്ട് കിട്ടാറില്ല, വല്ലപ്പോഴും ഒക്കെ കിട്ടാറുണ്ട്, ചിലപ്പോഴൊന്നും കിട്ടാറുമില്ല. അതുപോലെ ഗോതമ്പ്, അവിടെ നിന്നും കിട്ടുന്ന ഈ ഗോതമ്പും പച്ചരിയും കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ലെന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം ഇരട്ടി വില കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തരുന്ന അരി തീർന്നു കഴിയുമ്പോൾ അതിന്റെ ഇരട്ടി വില കൊടുത്ത് 48-50 രൂപ കൊടുത്ത് പുറത്തുനിന്ന് അരി മേടിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ശരിക്കും സാധാരണപ്പെട്ട ആളുകൾ, ദാരിദ്ര്യത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെന്ത് ചെയ്യും? ആ ഒരു സാഹചര്യത്തിലൊക്കെ രോഗങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടൊക്കെ വലഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളുണ്ട്. അവരെന്ത് ചെയ്യും? അതൊന്നും ആദ്യം മനസ്സിലാക്കേണ്ടത്. ശരിക്കും കിട്ടുന്ന പൈസ മരുന്ന് മേടിക്കാൻ പോലും തികയാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. നമുക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. എത്ര മരുന്ന് കിട്ടും ഫ്രീ ആയിട്ട്? എന്തൊക്കെ മരുന്ന് കിട്ടും ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ? ചിലപ്പോൾ മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മരുന്നുകളൊക്കെ കുറച്ചൊക്കെ അവിടെ ഉള്ളത് മാക്സിമം അവർ തരാറുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു വലിയ അസുഖം വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കേണ്ട ബാധ്യത മുഴുവനും അവരവർക്ക് തന്നെയാണ്. പലരും സഹായിക്കും, കയ്യിലുള്ളതൊക്കെ വിറ്റും പെറുക്കിയും എടുത്തും ഒക്കെ പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയിൽ ചികിത്സിക്കും. അത് കഴിഞ്ഞ് പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും? സർക്കാരിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും വലിയ മുൻഗണന കൊടുക്കേണ്ടത്. ഒരു വ്യക്തി പോലും രോഗം വന്ന് മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കുക, അതാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ പലരും പറയും കാരുണ്യ പദ്ധതി വഴി പൈസ ഇല്ലേ, അല്ലെങ്കിൽ പറയും ചികിത്സാ കാർഡില്ലേ എന്നൊക്കെ പറയും. പക്ഷേ സമയത്ത് ചെല്ലുമ്പോൾ എല്ലാം കണക്ക് തന്നെയാണ്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ ഇതൊന്നും ഉപയോഗപ്പെടാത്തൊരവസ്ഥയാണ്. ഓരോ വ്യക്തിക്കും രോഗം വന്നു കഴിഞ്ഞാൽ, അതായത് പനിയും ചുമയൊന്നുമല്ല, വലിയ രോഗങ്ങളൊക്കെ, ഇപ്പൊ ക്യാൻസർ ആണെങ്കിലും, ഇപ്പൊ അതുപോലെ തന്നെ വലിയ സർജറികളാണെങ്കിലും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യത്തിൽ, ഇപ്പൊ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളാണെങ്കിലും, അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ വരുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടും അവരുടെ ചികിത്സ അവർ തന്നെ ഏറ്റെടുക്കണം. പലർക്കും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, വലിയ രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ആ ഹോസ്പിറ്റൽ ചെലവ് പോലും താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന ചെലവ് മാത്രമല്ല, മെഡിസിൻ എല്ലാ മെഡിസിനൊന്നും ഹോസ്പിറ്റലിൽ
ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടാറില്ലല്ലോ. ചില മെഡിസിനുകളൊക്കെ പുറത്തു നിന്ന് മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ പുറത്ത് ഭീകരമായിട്ടുള്ള പൈസ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ അതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളി തന്നെയാണ്. ശരിക്കും സാമ്പത്തികാവസ്ഥയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ വേണ്ടുന്ന തരത്തിൽ അവർക്ക് ഏതൊക്കെ തരത്തിൽ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കാമോ അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രോഗത്തിന്റെ കാര്യം മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് വീട്ടിലെ അരി മേടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ. നമുക്ക് അതിലേക്ക് തന്നെ വരാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഈ അരി ഇട്ട് അടുപ്പിൽ വെച്ചിട്ട് ഉപ്പില്ലാണ്ട് അത് വേവിച്ച് വെച്ചാൽ അത് കഞ്ഞിയായിട്ട് കോരി കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ 1000 രൂപ പെൻഷൻ, 2000 രൂപ ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിച്ച് 2000 രൂപ ആക്കിയിട്ടുണ്ട്. ആ ഒരു 2000 രൂപ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാനൊക്കും, എന്തൊക്കെ ചെയ്യാനൊക്കും? 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഈ ഒരു 2000 രൂപയും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന ഒരു വ്യക്തിക്ക് 4 കിലോ അരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തുച്ഛമായ യൂണിറ്റാണ്. ഈ ഒരു സാധനം വെച്ചിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കാനാവും? ഈ ഒരു 2000 രൂപ അവരുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് 1/2 ലിറ്റർ മണ്ണെണ്ണയോ ഇതുപോലെ ഇത്തിരി അരിയും അതുപോലെ പച്ചരി എപ്പോഴും കിട്ടാറില്ല, എന്നാൽ പോലും ഗോതമ്പും പച്ചരിയൊക്കെ നമുക്കറിയാം കിട്ടാക്കനിയാണ്. ചിലപ്പോഴൊക്കെ നന്നായിട്ട് കിട്ടും, ചില സമയത്ത് അതിനെ കണി കാണാൻ പോലും കിട്ടാത്ത സാഹചര്യവും വരാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ അരി കൊണ്ടിട്ട് അടുപ്പത്തിട്ട് ഉപ്പ് വാരിയിട്ട് കഞ്ഞിയായിട്ട് കുടിക്കുന്നത് എല്ലാ ദിവസവും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഈ കിട്ടുന്ന ഗോതമ്പ് കൊണ്ടുവന്നാൽ വെറുതെ ഗോതമ്പ് കലക്കി എന്നും ദോശയായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അതിനൊരു കറിയെങ്കിലും വേണ്ടേ? അതും മാത്രമല്ല, ഇപ്പൊ പച്ചരി ആണെങ്കിൽ പോലും അതിന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തേങ്ങയ്ക്കുള്ള ഇപ്പോഴത്തെ വിലയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില എങ്ങനെയാണോ കയറി പോകുന്നത് അതുപോലെ തന്നെയാണ് തേങ്ങയുടെ വിലയും കയറി പോകുന്നത്. അപ്പോൾ ആ അരി ആട്ടി എന്തെങ്കിലുമൊക്കെ കാപ്പിയോ പലഹാരമോ ഒക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല ചിലവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. ജനങ്ങളെ സേവിക്കുക ആദ്യം ചെയ്യേണ്ട കാര്യം. അതായത് ജനങ്ങളെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കുക, ജനങ്ങളെ രോഗാവസ്ഥയിൽ നിന്നും രക്ഷിക്കുക, അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ ചിലപ്പോൾ ആള് കൂടുതലായിരിക്കും, ചിലപ്പോൾ കിട്ടുന്ന അരി കൊണ്ടൊന്നും അവർക്ക് തികയലുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സഹായിക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് വഴിയൊക്കെയുള്ള ആളുകൾ മുന്നിട്ട് വരണം എന്നാണ് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ റേഷൻ കടകളിലൊക്കെ കൊടുക്കുന്ന അരികൾ കുറച്ചൊക്കെ ചിലരൊന്നും വാങ്ങിക്കാത്ത അരികളൊക്കെ ബാലൻസ് വരും. അതൊക്കെ അത്തരത്തിലുള്ള അരികളൊക്കെ മേടിച്ച് ഈ പറയുന്ന പാവങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ഒരു മനസ്സ് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുകയാണെങ്കിൽ കുറേ അധികം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റും അല്ലേ? അതായത് ഓരോരുത്തരുടെയും യൂണിറ്റിൽ മേടിക്കാത്ത ആളുകൾ ഉണ്ടാവും. അരിയൊക്കെ യൂണിറ്റിൽ വന്ന് വാങ്ങിക്കാത്ത അരികൾ എക്സ്ട്രാ വരുന്നത് അരികൾ ഉണ്ടാവും. അത് ബ്ലാക്കിന് കൊടുക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ 45-50 രൂപ കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്ന അരിയുടെ കാൽഭാഗം വിലയെ അതിനാവുന്നുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തു കൊടുത്താൽ രോഗം കൊണ്ട് വലയുന്ന കുടുംബങ്ങൾക്കൊക്കെ അതൊക്കെ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ അതൊരു സഹായമാവും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വികസനങ്ങൾ. എല്ലാവരും വികസനത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ ഈ വികസനം കൊണ്ട് നമ്മൾ എന്താണ് നേടിയത്? ശരിക്കും നേരത്തെ നമ്മൾ റോഡിൽ നടക്കുമ്പോൾ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടന്നു പോകാം, വേറെ വിഷയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡുകളിൽ മരങ്ങളുണ്ട്. ആ മരത്തിൽ നിന്നുള്ള കാറ്റുകൾ, ഇളം കാറ്റുകൾ എപ്പോഴും നമ്മളിങ്ങനെ നടന്ന് റോഡേ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടന്നു പോകാം, തുള്ളി വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരു വിഷയമില്ല. അത്തരത്തിലുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് വന്നതെന്ന് പറഞ്ഞാൽ 2 വരി പാത വന്നു, 3 വരി വന്നു, 4 വരി വന്നു. ഇപ്പം എന്താ പറയുന്നത്? ഒരു റോഡെന്ന് വെച്ചാൽ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യർക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നടന്നു പോകാനുള്ള വഴി പോലും ഇല്ല. ആ ഒരു അവസ്ഥയാണ്. കാരണം ചൂടും കൂടുതലാണ്. ഈ ചൂടടിക്കുമ്പോൾ, മോളിൽ നിന്നുള്ള വെയിലടിക്കുമ്പോൾ ഈ തറയിൽ കിടക്കുന്ന ഈ സിമെന്റുകളെല്ലാം ചൂട് പിടിച്ച്, താറൊക്കെ ചൂട് പിടിച്ച് അതിൽ നിന്നുള്ള ആ ഒരു ചൂട് മേലോട്ട് വന്നിട്ട് മൊത്തത്തിൽ ചൂട് കാരണം നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് മാത്രമല്ല, ഈ തറയിൽ കൂടി 3-4 വരി പാത കൂടാതെ തന്നെ മണ്ടേ കൂടെ കെട്ടിപ്പൊക്കിക്കൊണ്ട് പോവുകയാണ്. വീണ്ടും മോളിൽ കൂടെ വാഹനം പോകത്തക്ക രീതിയിൽ കൂടി. അപ്പോൾ ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വികസനം ഇതല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന വികസനം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഏറ്റവും വലിയ വികസനമെന്ന് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ തോന്നുന്നത്. അത് മാത്രമല്ല, ഒരുപാട് രോഗികളുണ്ട്, രോഗം കൊണ്ട് വലയുന്ന അവർക്കൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചികിത്സാ സൗജന്യമുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിലും ഒരുപാട് ആളുകൾക്കും അത് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് തിരക്കേണ്ടതാണ്. ഒരുപാട് ആളുകൾക്ക് നിവർത്തിയില്ലാതെ ജനങ്ങളുടെ സഹായം തേടുന്നു. വഴിയോരത്ത് വന്നിട്ട് പാട്ട് പാടിയാണെങ്കിലും സുമനസ്സുകളുടെ സഹായത്തോടു കൂടി പൈസ സമാഹരിച്ച് പാവങ്ങൾക്ക് കൊണ്ടു കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നിവർത്തിയുമില്ലാത്ത ആളുകളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള നമ്മളത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ജനങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നത്
എന്നത് കൂടി ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയാനായിട്ടുള്ളത്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് റോഡ് വികസനങ്ങളൊക്കെ കൊണ്ടുവന്നു, ഒരുപാടൊക്കെ 4 വരി 5 വരി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പാതകളൊക്കെ വന്നു, അതിന്റെ മണ്ടേ കൂടി ഓടാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തുനിന്ന്. പക്ഷേ അത് എത്രത്തോളം സ്ഥലങ്ങളിൽ ഇടിഞ്ഞു വീഴുന്നു എന്ന് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഈ റോഡുകൾ അതായത് നമുക്ക് മുകളിൽ കൂടി വാഹനം പോകാൻ വേണ്ടിയിട്ട് കെട്ടിപ്പൊക്കിയതൊക്കെ പല സ്ഥലത്തും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്ര കോടി രൂപയുടെ നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതുകൂടി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുക, ചികിത്സിക്കാനായാലും എന്തിനായാലും. ഇപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലും 2026 ആവാൻ പോകുന്ന കാലഘട്ടത്തിലും ഒരുപാട് ആളുകൾക്ക് ഈ കേരളത്തിൽ പോലും വീടില്ലാതെയുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. വീടില്ലാത്തതും പുരയിടമില്ലാത്തതും ഒക്കെയുള്ള ആളുകൾ ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിലും ഉണ്ട്. അപ്പോൾ പിന്നെ എന്ത് വികസനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ശരിക്കും വികസനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഡിജിറ്റൽ ഇന്ത്യ ആവണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഇവിടെ ദാരിദ്ര്യം ഉണ്ടാവരുത്. ഏതൊരു വ്യക്തിക്കും, ഏതൊരു രോഗിക്കും, ഏതൊരു അവസരത്തിലും ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ചികിത്സ നിഷേധിക്കപ്പെടരുത് പണമില്ലാത്തത് മൂലം. അതുമാത്രമല്ല, സർക്കാർ ഹോസ്പിറ്റലുകളിൽ അവർ ഏത് രോഗത്തിനാണോ വരുന്നത് അവർക്ക് വേണ്ടുന്ന ചികിത്സ പൂർണ്ണമായിട്ടും സർക്കാർ ചെലവിൽ തന്നെ കൊടുക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിലേ നമ്മുടെ രാജ്യം ഡിജിറ്റൽ ഇന്ത്യ ആവത്തുള്ളൂ, നമ്മുടെ രാജ്യത്തിന് വികസനമുണ്ട് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. കുറേ കെട്ടിടങ്ങൾ ഇങ്ങനെ കെട്ടിപ്പൊക്കുക, കുറച്ചധികം ഹോസ്പിറ്റലുകൾ കെട്ടിപ്പൊക്കുക, ഇങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകൾ കെട്ടിപ്പൊക്കിയിട്ട് ജനങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ കയറി ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ പണം വേണം, ഇഷ്ടംപോലെ പണം വേണം. ആ പണം ഇല്ലാത്തവർ പിണമായിട്ട് ആയുസറ്റാതെ തന്നെ മണ്ണിൻ്റെ അടി പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ശരിക്കും സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന എനിക്ക് പോലും സ്വന്തമായിട്ട് വീടോ വസ്തുവോ ഉള്ളൊരു വ്യക്തിയല്ല. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ടെന്നേ, അതൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ വികസനങ്ങൾ കൊണ്ടുവരിക. ജനങ്ങളെ സേവിക്കുന്നതിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്, വികസനങ്ങൾക്ക് രണ്ടാമത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി ജീവിച്ചു വന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള വികസനം തന്നെ ധാരാളമാണ്, അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ പലരും പറയും പണ്ടത്തെ കാലമല്ലല്ലോ ഇന്നത്തെ കാലമെന്ന്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് 100 ദിവസം നിന്ന മത്സരാർത്ഥികൾ നമുക്കറിയാം സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ അതിനുള്ളിൽ നിന്നത്. സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളൊന്നും, പട്ടിണി പാവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവർ പോലും ഗോതമ്പ് ദോശ, പയറ് ഇത് മാത്രം കഴിച്ച് നിന്ന ആളുകളാണ്. കറി പോലും ഇല്ലാണ്ട് ഇതൊക്കെ കഴിച്ച് മാത്രം അവിടെ സർവൈവ് ചെയ്ത ആളുകളാണ് അവിടെ നിന്നത്. അപ്പോൾ അവിടെ നിന്ന് വിൻ ചെയ്ത് വന്ന ആളുകൾ, ലാസ്റ്റ് വന്ന 5 ആളുകൾ എല്ലാ തവണയും, ഇത്തവണയും ശരിക്കും അവർക്ക് ഫുഡ് പോലും കുറവായിരുന്നു. എന്നിട്ടും വസ്ത്രങ്ങൾ പോലും കൊടുക്കാതിരുന്നിട്ടും അവരവിടെ നിന്ന് മത്സരബുദ്ധിയോട് നിന്ന് വിജയിച്ച് പുറത്തേക്ക് വന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാഹചര്യം ഏത് വന്നാലും നമ്മൾ പൊരുത്തപ്പെട്ട് പോവും. കൊറോണ വന്നപ്പോൾ നമ്മൾ എല്ലാവരും അതിനെ അതിജീവിച്ചില്ലേ? കൊറോണ വന്നപ്പോൾ ആ ഒരു സാഹചര്യവുമായിട്ട് എത്ര കാലം നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിച്ചു? എത്ര കാലം പുറത്തേക്ക് ഇറങ്ങാതെ മാസ്ക് മോന്തയിൽ കെട്ടിവെച്ചിട്ട് അങ്ങനെ ഏതെല്ലാം രീതികളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. അപ്പോൾ മനുഷ്യർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാതിരിക്കത്തില്ല. ഏതൊരു മനുഷ്യനും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റും. സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യന് ദൈവമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവന് അതനുസരിച്ച് ജീവിച്ചോളും. വികസനങ്ങളല്ല വേണ്ടത്, ഞങ്ങളുടെ പട്ടിണി മാറണം. രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവണം. അങ്ങനെ നല്ലൊരു ഭരണം നിങ്ങൾ കാഴ്ചവെക്കണം. അത് ഏത് പാർട്ടി എന്നൊന്നും പറയുന്നില്ല, ഏത് പാർട്ടി ആയാലും അത് ചെയ്യണം. അതായിരിക്കണം നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ഉറപ്പ് എന്നാണ് പറയാനുള്ളത്. പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ ഉന്നത കുലജാതൻ എന്ന് മുദ്ര കുത്തുന്ന ഒരു ഏർപ്പാട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉന്നത കുലജാതൻ എന്ന് പറയുന്നത് ആരെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാനിവിടെ ഇത് പറയാനായിട്ട് വന്നത് മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു പദ്ധതിയിലും മുൻഗണന കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് കൂടുതലും മുൻഗണന കൊടുക്കുന്നത്. അവർക്ക് മുൻഗണന കൊടുത്തു എന്ന് കരുതിയിട്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലല്ലാതെ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഈ പറയുന്നത് പോലെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കും, ചിലപ്പോൾ മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കും, ചിലപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാവാം, വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആളുകളാവാം, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാവാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാവാം. ഇപ്പോൾ നിങ്ങൾ എല്ലാത്തിനും സർക്കാരിൻ്റെ ഏതൊരു പദ്ധതിയിലും മുൻഗണന കൊടുക്കുന്നത് ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് വിഭാഗക്കാർ ഇവരെക്കാളും താഴെ, അതായത് ഇവരെക്കാളും താഴെ ലെവലിൽ ജീവിക്കുന്ന ഒരുപാട് ഉന്നത കുലജാതരുള്ള നാടാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത്. ജാതിയിൽ കുറച്ചുകൂടി ഉന്നതിയിൽ ചിലപ്പോൾ നിന്നു എന്ന് കരുതിയിട്ട് അവർക്ക് ഒരിക്കലും സാമ്പത്തികം എന്ന് പറയുന്നൊരു സാധനം അയലത്തൂടി പോലും പോകുന്നുണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു ഫാമിലി ആണെങ്കിലും അവർ ശരിക്കും ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അവരെക്കാളും പിന്നിൽ നിൽക്കുന്ന ആളുകളായിട്ട് ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്.
ദയവ് ഇത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പട്ടികജാതി പട്ടികവർഗത്തിലുള്ള വിഭാഗക്കാർക്ക് ആണ് നമ്മൾ എപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യത്തിനും മുൻഗണന കൊടുക്കുന്നത്. അവർക്ക് മുൻഗണന കൊടുക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയും പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു ആള് നായർ സമുദായത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ടോ അതുപോലെ തന്നെ ഈഴവ സമുദായത്തിലോ വിശ്വകർമ്മ സമുദായത്തിലോ മുസ്ലിം സമുദായത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിലോ പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അവർ സാമ്പത്തികത്തിൽ ഏറ്റവും ഭയങ്കരമായ രീതിയിൽ നിൽക്കുന്ന ആളുകളാവണം എന്നില്ല. എത്രയോ മറ്റ് ജാതിയിൽപ്പെടുന്ന ആളുകൾ ശരിക്കും അഷ്ടിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. കയറി കിടക്കാടമില്ലാണ്ട് ശരിക്കും കിടക്കാനൊരു ശരിക്കും കയറി കിടക്കാനൊരു വീടില്ലാതെ ഒരു പിടി മണ്ണ് സ്വന്തമായിട്ടില്ലാതെ അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള സൗകര്യവും ഇല്ലാതെ അടച്ചുറപ്പില്ലാത്ത വീട്ടിലൊക്കെ കഴിയുന്ന ഒരുപാട് മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. നിങ്ങളൊക്കെ അവരെ കൂടിയും നിങ്ങളൊക്കെ പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിനും നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തന്നെയാണ് അവര്. പക്ഷെ അവർക്ക് മാത്രം മുൻഗണന കൊടുത്ത് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ നേടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ എല്ലാവരുടെയും വോട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ആരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും എല്ലാ വിഭാഗപ്പെട്ട ആളുകളും സന്തോഷത്തോടു കൂടി വോട്ട് തന്നാണ് നിങ്ങൾ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ സഹായങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവർ അർഹതപ്പെട്ടവരാണോ എന്ന് നോക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജാതി അടിസ്ഥാനത്തിലല്ല ജനങ്ങളെ സേവിക്കേണ്ടത്. അതായത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജാതി അടിസ്ഥാനത്തിലല്ല ജനങ്ങളെ സേവിക്കേണ്ടത്, അർഹതയുണ്ടോ എന്നത് നോക്കിയിട്ടാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ചിലരെന്ന് പറഞ്ഞാൽ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കും, പക്ഷേ ജീവിക്കാൻ അഷ്ടിക്ക് വകയുണ്ടാവില്ല. ഒട്ടും അഷ്ടിക്ക് പറയാൻ ഒരു ജാതി പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് തിന്നാനോ കാണില്ല, ചിലപ്പോൾ കുടിക്കാനും കാണില്ല. അത്രയും വലിയ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. കിടക്കാനൊരു നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു വാതിൽ പോലും ആ ഒരു വീട്ടിലുണ്ടാവില്ല. പക്ഷേ എന്നാലും പേരിന്റെ അറ്റത്ത് നായർ എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടുന്ന ഒരു തരത്തിലുള്ള മുൻഗണനയും കിട്ടത്തില്ല. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, പഠനമുറി സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? പക്ഷെ അതുപോലും ഇല്ലാതെ, പഠനമുറി എന്ന് പറയുന്ന ഒരു സംഭവം പോലും ഇല്ലാണ്ട് കിടക്കാൻ പോലും ഒരൊറ്റ റൂമിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരൊറ്റ മുറിയിൽ ഭാര്യയും ഭർത്താവും മക്കളും മുതിർന്ന മക്കളും കൂടി ഒരൊറ്റ മുറിയിൽ ജീവിക്കുന്ന വീടുകളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ജാതി അടിസ്ഥാനത്തിലല്ല ആളുകൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കേണ്ടത്. ആളുകൾ അത് അർഹതയുള്ളവരാണോ എന്ന് നോക്കിയിട്ട് ജനങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ജാതി അടിസ്ഥാനത്തിലാവരുത് ജനങ്ങളെ സേവിക്കാനായിട്ട് മുന്നോട്ട് വരേണ്ടത്. അവർ അത് അർഹതപ്പെട്ടവരാണോ എന്ന് നോക്കിയിട്ടായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരുപാട് ആളുകൾ പേരിൻ്റെ അറ്റത്ത് ഇപ്പോൾ ഒരു വാല് പോലെ നായരെന്നോ അതുപോലെ മറ്റു പിള്ളയെന്നോ ഒക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരുപാട് ആളുകൾക്ക് അവർ അർഹിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ സഹായങ്ങളും കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും. കാരണം എന്താണ്? പേരിൻ്റെ അറ്റത്ത് വാല് പോലെ ഈ സംഭവമുണ്ട്, നായര് അല്ലെങ്കിൽ പിള്ള, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ എല്ലാം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരും നമ്മുടെ രാജ്യത്തിന്റെ അവകാശികൾ തന്നെയാണ്. അപ്പോൾ അവരെയും സേവിക്കാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ ജാതി നോക്കാതെ ജനങ്ങളെ സേവിക്കാനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അർഹതയുണ്ടോ എന്ന് നോക്കണം. ആർക്ക് വേണമെങ്കിലും കൊടുത്ത് സഹായിക്കാം, എന്ത് സഹായം വേണമെങ്കിലും ജനങ്ങൾക്ക് ചെയ്യാം. അത് അവർ അർഹതപ്പെട്ടവരാണെങ്കിൽ ജാതി അടിസ്ഥാനത്തിലല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ജനങ്ങളത് അർഹതപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അല്ലാണ്ട് ആ ജാതി ആയതുകൊണ്ട് അവർക്ക് കൊടുക്കണ്ട, അത് ജാതി കൂടിയ ജാതിയാണ്, ഉന്നത കുല ജാതയാണ്, അതുകൊണ്ട് അവർക്ക് കൊടുക്കണ്ട എന്ന് പറയുന്നതിനോട് ഒരു തരത്തിലും യോജിപ്പില്ല. അർഹതയുണ്ടോ? കൊടുക്കുക, അർഹതയില്ലേ? കൊടുക്കണ്ട. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ശരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇന്ന് ഈ പറയുന്ന നായർ സമുദായത്തിലുള്ള ആളുകളെക്കാൾ ഏറെ അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഈ പറയുന്ന SC ST വിഭാഗക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അതില്ല എന്ന് പറയരുത്. അത്തരത്തിലുള്ള ആളുകൾക്ക് തന്നെയാണ് വീണ്ടും പഞ്ചായത്തിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പേരിൻ്റെ അറ്റത്ത് വാലുള്ള ഈ നായരും അതുപോലെ തന്നെ നായരും പിള്ളയും അതുപോലെ തട്ടാന്മാരും അതുപോലെ തന്നെ വിശ്വകർമ്മർ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഈ പേരിൻ്റെ അറ്റത്തെ വാല് മാത്രമേ സ്വന്തമായിട്ട് ഉണ്ടാവൂ. അവർക്ക് ചിലപ്പോൾ ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. പക്ഷേ ഈ പേരിൻ്റെ അറ്റത്ത് ഈ ഒരു വാലിരിക്കുന്നത് കാരണം അവർക്ക് ഒരു തേങ്ങ അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ വീണ്ടും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ മുൻഗണന ക്രമത്തിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ്. അവർ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവർക്ക് മുൻഗണന കൊടുക്കേണ്ടെന്നോ ഒന്നും കൊടുക്കണ്ട എന്നുള്ള രീതിയിലല്ല ഈ പറയുന്നത്. പക്ഷേ മറ്റുള്ള ആളുകളെ കൂടി ഒന്ന് പരിഗണിക്കുക. ഓരോ വ്യക്തികളുടെയും
ഓരോ വ്യക്തികളുടെയും അവസ്ഥ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരതിന് അർഹതപ്പെട്ടവരാണോ എന്ന് നോക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കാനായിട്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലും സ്വന്തമായിട്ട് വീടോ വസ്തുവോ വീടിനുള്ളിൽ ഒരു കക്കൂസോ ഒക്കെ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനായാലും രാജ്യത്തിന് തന്നെ മാനക്കേടാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരുത്തണം. നമ്മുടെ രാജ്യത്ത് എല്ലാവരും സ്വന്തമായിട്ട് വീടും പുരയിടവും ഉള്ള ആളുകളും അതുപോലെ കക്കൂസും കുളിമുറിയും പഠനമുറി സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളായി തീരുമ്പോഴാണ് നമ്മുടെ രാജ്യം നല്ല ഒരു ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ആ ഒരു പേരിന് യോഗ്യതപ്പെടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യമല്ല, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പറഞ്ഞ കാര്യമാണ്. കാരണം ഇപ്പോൾ പുതുതായിട്ട് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് അധികാരത്തിൽ വന്ന ആളുകളോടാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താ പറയുന്നത്, വളരെ നന്നായിരിക്കും. എന്തായാലും ഈ 2026 എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവസങ്ങൾ തന്നെ ആവട്ടെ. ജനങ്ങളെ സേവിക്കാനുള്ള നിങ്ങളുടെ ഓരോ അവസരങ്ങളും പാഴിക്കളയാതിരിക്കുക. ഇന്ന പാർട്ടി എന്നുള്ള ഒന്നുമില്ല. ഏത് പാർട്ടിയിൽ ഉള്ള ആളുകളാണെങ്കിലും ഭരിക്കുന്ന പാർട്ടി ഏതാണോ അത് തന്നെ. അത് പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും നിയമസഭയിലായാലും എവിടെയാണെങ്കിലും ഭരിക്കുന്ന പാർട്ടി ഏതാണോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു തുല്യതയും കൊടുക്കണം. ഇപ്പോൾ ഇല്ലായ്മ ആർക്കാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ആരെയും നിങ്ങൾ പ്രത്യേക ഒരു തരത്തിലും ഉൾപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അർഹതപ്പെട്ടവരാണോ അവർക്ക് കൊടുക്കുക. അത് ഏത് ജാതിയിൽപ്പെട്ട ആളുകൾക്കായാലും ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും അർഹതയുണ്ടോ എന്ന് നോക്കി കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ഈ പറയും പോലെ തന്നെ നമ്മുടെ വേടനൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ കാറ് മേടിച്ചാലും ഇന്നാളെ പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ് മേടിച്ചു എന്ന് പറഞ്ഞാലും മറ്റെന്ത് മേടിച്ചു എന്ന് പറഞ്ഞാലും ജാതി അതല്ലേ എന്നുള്ളൊരു കാര്യത്തിൽ പുള്ളിക്കാരൻ പറയുന്നൊരു ഇത് ഒരിടത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതേ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് അല്ലേ. അപ്പോൾ അവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാത്ത ആളുകൾ ഒരുപാടുണ്ട്, അർഹതപ്പെട്ടിട്ടും കിട്ടാത്ത ആളുകൾ. കാര്യം എന്ന് വെച്ചാൽ പേരിൻ്റെ അറ്റത്ത് ഈ വാലുള്ളത് കൊണ്ട് അവർക്ക് അർഹതയുണ്ടെങ്കിലും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൂടി പരിഗണിച്ച് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ അധികാരത്തിൽ വരുന്ന എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. 2026 തൊട്ട് നിങ്ങളുടെ സമയമാണ്. ജനങ്ങളെ സേവിക്കുന്നതിനായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായാലും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ നിങ്ങൾ ചെയ്യുക. എന്തായാലും ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് ലെന്ത് ആയിപ്പോയി. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.